റോയൽ സ്റ്റാർ വാട്ടർ ടെക്നോളജീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ആണുള്ളത്. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അപ്പൊ നമ്മൾ ഇന്ന് ആലപ്പുഴയിൽ നിന്ന് കാസർഗോഡ് വരെ ഒരു RO പ്ലാന്റ് വെക്കാനായിട്ട് കുടിവെള്ളത്തിന്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണ്. ഡ്രിങ്കിങ് വാട്ടർ പർപ്പസിനുള്ള ഒരു 10 ലിറ്റർ സ്റ്റോറേജിന്റെ RO പ്ലാന്റ് വെക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മുടെ ട്രെയിൻ അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നുള്ള പോക്കായിട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാൻ പറ്റില്ല. ജനറൽ ക്ലാസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഇടിച്ചു കുത്തി പോകുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് മെയിനായിട്ടും. നമുക്ക് സീറ്റ് കിട്ടുമോന്നോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. നമ്മൾ ജനറൽ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഇതാണ് നമ്മുടെ RO പ്ലാന്റ്. നമ്മുടെ ഡ്രില്ലും പിന്നെ നാളത്തേക്ക് മാറാനുള്ള ഡ്രസ്സും ഒരു ടൂൾ ബാഗും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വിശാഖും ഞാനും കൂടെയാണ് പോണത്. വിശാഖ് നമ്മുടെ ഉണ്ട്. വിശാഖ് എന്താ പരിപാടി? നമ്മൾ നിന്ന് ആണേലും നമ്മൾ ചെന്നിരിക്കും. ഓക്കെ. ഇത്ര നേരം നിൽക്കുമായിരുന്നു ഗൈസ്, അതാണ് നമുക്ക് എടുക്കാൻ പറ്റാഞ്ഞ. ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് നമ്മൾ എത്തിയതേ ഉള്ളൂ. സീറ്റ് കിട്ടി. വിശാഖ് അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. സീറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിയേ ഉള്ളൂ. കാലുണ്ടാടാ? പയ്യന്നൂർ വന്നെത്തിയിരിക്കുകയാണ് മാവേലി എക്സ്പ്രസ്സിന്. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? ഇനി എവിടെയെങ്കിലും ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങണം, എന്നിട്ട് അടുത്ത ഏരിയയിലേക്ക് വേണം. പയ്യന്നൂർ സൺറൈസ് ആകാൻ പോവുകയാണ്. ഒരു കൂട്ടം ആൾക്കാർ ചുറ്റും. ഞങ്ങൾ ആ സ്റ്റേഷനിൽ വലിയ തിരക്കില്ലാന്ന് ഓർത്തിട്ട് മറ്റേ എല്ലാവരും ഇരിക്കുന്ന അതേ കയറി കിടന്നുറങ്ങി. അവസാനം മൊത്തം പടി പാടി നാണം കെട്ട് അവിടെ നിന്നില്ല. നമ്മളെ അറിയാവുന്ന ആരെയില്ലല്ലോ, കാരണം നമുക്ക് വിഷയമില്ല. അപ്പൊ ഞങ്ങളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇറങ്ങാൻ പോവാണ്. ഇനി നേരെ സൈറ്റിലേക്ക് പോകണം ഇറങ്ങിയിട്ട്. അപ്പൊ പോണ വഴിക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. സാധനമായിട്ട് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ട്സൊക്കെ നമ്മൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. പണി തുടങ്ങുകയാണ്. പക്ഷേ ഡ്രില്ല് കണക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പ് അടി ചെയ്യാൻ പോവാണ്. അക്വാജിയുടെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ RO പ്ലാന്റാണ്. UV അടക്കം വരുന്ന പ്ലാന്റാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇതാണ് സിസ്റ്റം. ഇതിൻ്റെ സ്റ്റോറേജ് ടാങ്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒരു കഴുകാൻ പറ്റും. നമ്മൾ ഏകദേശം എല്ലാ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പ്രീ ഫിൽറ്റർ എല്ലാം പിടിപ്പിച്ചു. ROയുടെ ഹോളും കാര്യങ്ങളെല്ലാം ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് മെയിൻ പാർട്ട് മെമ്മറി അതിനകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ കേട്ടോ, പ്രസി RO നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് വരാൻ തുടങ്ങി. അതിൻ്റെ ഡ്രെയിനാണ്. 10 ലിറ്റർ നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ 10 ലിറ്റർ ഡ്രെയിനും പോകും. ഈ ഫസ്റ്റ് കിട്ടുന്ന പ്രൊഡക്ഷൻ നമ്മൾ മൊത്തം വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഡ്രെയിൻ ചെയ്ത് കളയേണ്ടതാണ്.
അപ്പൊ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു രക്ഷയില്ലാത്ത വരവായിപ്പോയി. നമ്മൾ സത്യം പറഞ്ഞ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇവരോട് പോസ്റ്റ് പറയുന്നുണ്ട്. നമ്മൾ അടുത്ത ദിവസം കണ്ണൂര് നമുക്ക് വർക്ക് ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. പിന്നെ ഇവർക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ വന്നത്. അത് ഡ്രില്ലാടാ മോനെടാ, മോനെ ഡ്രില്ലാടാ അത്. ഇടിക്കായിരുന്നാ മതി. അപ്പൊ നമ്മള് പറഞ്ഞു തന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മള് ആലപ്പുഴയിൽ നിന്ന് വന്നിട്ട് ഒരു 6 മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ നിന്നാണ് നമ്മൾ വന്നത്. നമുക്ക് പെട്ടെന്നുള്ള വരവായത് കൊണ്ട് സ്ലീപ്പർ ബുക്ക് ചെയ്യാൻ 1 മാസത്തേക്കൊക്കെ ട്രെയിൻ മുഴുവൻ പോസ്റ്റാണ്. അങ്ങനെ ആരെങ്കിലും പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ 1 മാസത്തേക്ക് അങ്ങനെ ലോങ് യാത്രകൾ ഉണ്ടെങ്കിൽ തന്നെ ബുക്ക് ചെയ്ത് പോകുന്ന രീതിയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പോവുക, അല്ലെ ഒരു രക്ഷയില്ല. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഭയങ്കര തിരക്കാണ്, കാല് വെക്കാൻ പോലും സ്ഥലമില്ല. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നമായിരുന്നു. നമ്മൾ ഓൾറെഡി ഇവിടെ ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫിൽറ്റർ വെച്ചപ്പോൾ തന്നെ അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു RO പ്ലാന്റ് ഡ്രിങ്കിങ് വാട്ടറിന് വെക്കുന്ന കാര്യം പറഞ്ഞിട്ട് അവരത് അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മാക്സിമം പ്യൂരിഫയർ വെക്കുന്നവര്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കുന്നവരും പ്യൂരിഫയർ കൂടെ അതിന്റെ കൂടെ അഡീഷണൽ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പം അതാണ് ഈ വീഡിയോയിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പൊ അവര് ഒരു അച്ചാറിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവാണ്. നമുക്ക് തന്നെയാണ്, മുത്തൂസ് എന്നാണ് അച്ചാറിന്റെ പേര്. അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് കഴിച്ചപ്പോൾ അതിന്റെ കൂടെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല സൂപ്പർ അച്ചാറാണ്. അപ്പം അവർക്ക് തൃശ്ശൂര് ഇതിന്റെ ഡെലിവറി ആരോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആലപ്പുഴയിലേക്കുള്ള നമ്മൾ എടുക്കാനായിട്ടൊരു സാധ്യത ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അച്ചാർ വേണമെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും കൊറിയർ ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. നല്ല അടിപൊളി അച്ചാറാണ്. ഇതിന്റെ തന്നെ മാംഗോ പിക്കിളാണിത്. അതിന്റെ തന്നെ പിന്നെ മിക്സ്ഡ് ഇതുണ്ട്, അങ്ങനെ ഓരോ ഈന്തപ്പഴം ഉണ്ട്, എല്ലാ ടൈപ്പ് സാധനവും അവരുടെ അവൈലബിൾ ആണ്. നമ്മൾ ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു നല്ലൊരു വീഡിയോ ചെയ്യാം. ഇവരുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും വെച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോയിൽ നമ്മൾ തന്നെ വന്നത് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒക്കെ വേണ്ടവര് നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ട്രെയിൻ ഉണ്ടോ ഇല്ലയെന്ന് പോലും അറിയത്തില്ല. തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുള്ള കാഴ്ചകളും ഒക്കെ കുറച്ചുകൂടെ കാണിച്ചതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അവിടെ വിശാലുണ്ട്, വിശാലിനോട് എന്താന്ന് നമുക്ക് ചോദിക്കാം. പരിപാടി എന്തായിരുന്നു? നമ്മളിന്ന് RO പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വന്നതാണ്. നമ്മളിന്ന് പക്കയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അവർക്ക് നമ്മള് ട്രെയിനിൽ വന്നപ്പോ ഉണ്ടായിരുന്ന നമ്മുടെ വിഷമവും മടുപ്പും അല്ല, ഇവിടെ വന്നപ്പോ പുള്ളിക്കാരിയുടെ ചിരിയിൽ നമുക്ക് മാറി. ആ ചിരിയിൽ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലായി. എല്ലാം കഴിഞ്ഞ് നമ്മളെ സന്തോഷത്തോടെ പറഞ്ഞു വരുമ്പോൾ എല്ലാം പക്കയായിരുന്നു. അവരുടെ ഒരു ആദ്യത്തെ ഞാൻ തലവേദന എടുത്താണ് ഇവിടെ വന്നത്. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ കിട്ടിയ ഒരു ഫീല് എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോ വേറെ ലെവലായിരുന്നു. നമ്മുടെ സ്ഥലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പച്ചവെള്ളം പോലും നിരത്തി കിട്ടുന്നുണ്ട് എല്ലായിടവും. പക്ഷെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പക്ക ഫുഡിന്റെ കാര്യത്തിലും സ്നേഹം, സന്തോഷം, അതാണ് അവർക്ക് വലുത്. ബാക്കിയൊന്നുമല്ല. കാശും പണവും പരിപാടിയൊന്നും അല്ല അവർക്ക് മെയിൻ. സന്തോഷമാണ് അവരുടെ. നമ്മളുമായിട്ട് ഒരു പരിചയമില്ല, നമ്മളിങ്ങനെ നോക്കേണ്ട കാര്യം പോലും ഇല്ല അവർക്ക്. അപ്പൊ അവരങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്താണ് ഇപ്പൊ വിട്ടേക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ആദ്യമായിട്ടാണ് ഇത്രയും സന്തോഷമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ബാക്കി സീറ്റ് കിട്ടുമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിന്ന് പോവാം. കട്ട പോസ്റ്റാണ് ഫ്രണ്ട്സ്. പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷനിലാണ്. പയ്യന്നൂര് റെയിൽവേ സ്റ്റേഷന്റെ വരാന്തകളിലൂടെ 4:10 ട്രെയിൻ. ഇപ്പൊ 2:45 വെയിറ്റിംഗ് ആണ്. മറുകയാ തുടങ്ങി.